മോഹിനിയാട്ടക്കാർക്ക് റാപ്പിഡ് ഫയർ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കാരണം നമുക്കൊക്കെ വിളംബത്തിലാണ് ശീലം. മാം ഇനി ഏത് ആക്ടറിന്റെ കൂടെ അഭിനയിക്കണമെന്നായിരിക്കും ആഗ്രഹം? വിനീത്. ശോഭന ഗംഭീര ഡാൻസറുമാണ്, അത് സംശയമില്ല. സീനിന്റെ ഭംഗി, മുടിയൊക്കെ അവരിങ്ങനെ ഇട്ട് ഇങ്ങനെ അതും പിന്നെ അതിസുന്ദരിയായിട്ടുള്ള നർത്തകി വരുന്നതും ആ രണ്ട് കോൺട്രാസ്റ്റ് ആണ്. നമ്മൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചറും ജർമ്മൻ ലിറ്ററേച്ചറും ഒക്കെ കൊളാബറേറ്റ് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞായിരുന്നു. അതുപോലെ ചിത്രകലയും മാം സമന്വയിപ്പിച്ചിട്ടുണ്ടല്ലോ, അതായത് രാജാ രവിവർമ്മയുടെ ചിത്രകലയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട്. ആ മോഹിനിയാട്ടത്തിനെ കുറിച്ചൊന്ന് പറയും. ഹിരൺമയം എന്നായിരുന്നു ആ പ്രൊഡക്ഷൻ്റെ പേര്. ഹിരൺമയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സാമാന്യന മലയാളികൾക്കല്ല നമുക്കൊക്കെ അറിയുന്ന ഒരു രാജാ രവിവർമ്മ ചിത്രകാരനാണ്. അദ്ദേഹം അതിമനോഹരമായിട്ട് ഭംഗിയായിട്ട് കവിതകൾ എഴുതുമായിരുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അറിവായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ എഴുതും എന്നുള്ള ഒരറിവ്, അല്ലെങ്കിൽ ആ ഒരു ഇൻഫർമേഷൻ, പീസ് ഓഫ് ഇൻഫർമേഷൻ ആണല്ലോ അത് കിട്ടുമ്പോൾ പിന്നീട് അദ്ദേഹം എന്താണ്, അത് പിന്നീട് അദ്ദേഹം എന്തായിരുന്നു എഴുതിയത് എന്നുള്ള ഒരു അതറിയാനുള്ളൊരു കൗതുകം വരും. അപ്പം അങ്ങനെ അത് നോക്കിപ്പോയി അദ്ദേഹത്തിൻ്റെ കൃതികൾ കിട്ടുമോ, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം, അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ, ഇതിൽ കൂടെയൊക്കെ ഉള്ളൊരു അന്വേഷണത്തിലേക്ക് ഈ ഒരു കഷ്ണം അറിവ് നമ്മളെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ അങ്ങനെ നടത്തിയൊരു അന്വേഷണത്തിൻ്റെ ഫലമായിട്ടാണ് ഹിരൺമയം എന്ന ഒരു പ്രോജക്റ്റിലേക്ക് എത്തുന്നത്. ഹിരൺമയം വാസ്തവത്തിൽ ശ്രീ രാജാ രവിവർമ്മ എഴുതിയ കൃതികളിൽ നിന്ന് ചില ഭാഗങ്ങൾ തിരഞ്ഞെടുത്ത് ഒരു മോഹിനിയാട്ടം റെപ്പറ്റോറായിട്ട് അവതരിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ രാജാ രവിവർമ്മയുടെ എഴുത്തുകൾ എന്ന് പറയുമ്പോൾ അദ്ദേഹം എഴുതിയ ഒരു നാമാവലി, അതിലത്തെ ഒരു ശ്ലോകം, അദ്ദേഹം ചിത്രകാരൻ മാത്രമല്ല സംഗീതജ്ഞനുമായിരുന്നു, സാഹിത്യകാരനുമായിരുന്നു. അപ്പോൾ ഈ നാമാവലിയൊക്കെ എഴുതുന്ന സമയത്ത് അദ്ദേഹം ഓരോ ശ്ലോകങ്ങൾക്കും അദ്ദേഹം തന്നെ കൃത്യമായിട്ട് രാഗവും താളവും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിലത്തെ ഒരു ശ്ലോകം എടുത്തിട്ടാണ് നമ്മൾ മോഹിനിയാട്ടത്തിലെ ചുൽക്കെട്ടിൻ്റെ സമ്പ്രദായത്തിൽ ശശിശേഖര സ്തുതി എന്ന പേരിൽ അവതരിപ്പിക്കാറ്. അതാണ് ഒരിനം. പിന്നെ നമ്മൾ മെയിൻ ഐറ്റമായിട്ട് അവതരിപ്പിച്ചിരുന്നത്, നമ്മളൊക്കെ ഒരു ട്രാവലോഗ് എന്ന് പറയുമ്പോൾ ഒരു ലേഖനമായിട്ട്, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഫേസ്ബുക്ക് പോസ്റ്റുകളായിട്ട്, പിന്നെ അതിൽ നിന്നും മാറി നമ്മൾ റീലുകളിലേക്കും ഷോർട്സിലേക്കും ഒക്കെ പോയി. പക്ഷേ രവിവർമ്മ തൻ്റെ യാത്രകളെ കുറിച്ച് വെച്ചത് സംസ്കൃത ശ്ലോകങ്ങളിലായി. അപ്പം അത്തരം ശ്ലോകങ്ങൾ ചേർത്ത് വെച്ചിട്ട് മാനസയാത്ര എന്നുള്ള പേരിൽ ഒരു മെയിൻ ഐറ്റം. മൂന്നാമതായിട്ട് ചെയ്തിരുന്നത്, നമ്മൾ സാധാരണ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ഈ ചിത്രകാരന്മാരുടെ ചിത്രങ്ങൾക്കൊക്കെ ഒരു അടിക്കുറിപ്പ്. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾക്ക് അദ്ദേഹം അടിക്കുറിപ്പുകൾ എഴുതിയിരുന്നത് ശ്ലോകങ്ങളിലായിരുന്നു. ശരി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള കിരാതപാർവതി എന്നുള്ള ചിത്രത്തിന് അദ്ദേഹം എഴുതി വെച്ചൊരു ശ്ലോകം, ആ ശ്ലോകത്തിനെയാണ് പദത്തിൻ്റെ ഭാഷയിൽ, പദത്തിൻ്റെ ഫോർമാറ്റിൽ അവതരിപ്പിച്ചത്. അവസാനമായിട്ട് ചെയ്തിരുന്നത്, നമ്മൾ സാധാരണ ഒരു കച്ചേരി അല്ലെങ്കിൽ മോഹിനിയാട്ട കച്ചേരി അവതരിപ്പിച്ച് അവസാനിപ്പിക്കുമ്പോൾ ഒരു മംഗളം ചെയ്യും. അപ്പോൾ ഈ ഹിരൺമയത്തിലൊരു മംഗളമായിട്ട് അവതരിപ്പിച്ചത് രാജാ രവിവർമ്മ ഇഹലോകവാസം വെടിഞ്ഞ അവസരത്തിൽ എന്നത്തെ പ്രശസ്ത തമിഴ് കവിയായ ശ്രീ സുബ്രഹ്മണ്യ ഭാരതി കിളിമാനൂർ കൊട്ടാരത്തിലേക്ക് അയച്ച ഒരു വിലാപകാവ്യമുണ്ട്, എലജി എന്ന് നമ്മൾ പറയുമല്ലോ. ആ ഒരു കൃതിയാണ് മംഗളമായിട്ട് ചെയ്ത അവസാനം. അപ്പം ഈ സുബ്രഹ്മണ്യ ഭാരതിയുടെ ഈ വരികളിലാണെങ്കിലും രാജാ രവിവർമ്മയുടെ വരികളുമൊക്കെ വളരെ മനോഹരമായിട്ടുള്ള കവിത്വം തുളുമ്പുന്ന വരികളാണ് അവയൊക്കെ. അതിന് മോഹിനിയാട്ടത്തിൻ്റെ രീതിയിൽ ചിട്ടപ്പെടുത്തി അവതരിപ്പിച്ചതായിരുന്നു ഹിരൺമയം. ആ ഹിരൺമയത്തിൻ്റെ ഏറ്റവും ഭംഗിയുള്ള ഒരു വേദി കിളിമാനൂർ കൊട്ടാരമായിരുന്നു. ആ വർഷത്തെ അദ്ദേഹത്തിൻ്റെ ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായിട്ട് അദ്ദേഹം ചിത്രം വരച്ചിരുന്ന ചിത്രശാലയ്ക്ക് മുന്നിൽ ഒരുക്കിയ ഒരു വേദിയിൽ ഹിരൺമയം അവതരിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് തീർത്തും ഭാഗ്യം തന്നെയാണ്. അങ്ങനെ ഒരുപാട് ഭാഗ്യങ്ങൾ ഒരുമിച്ച് കിട്ടിയ ഒരു നർത്തകിയാണ് ഒരു മോഹിനി. അങ്ങനെയല്ല, നമ്മൾ ചെയ്യേണ്ടതായിട്ട് ചില കാര്യങ്ങളുണ്ട്. എഫോർട്ട് മാമിന്റെ ഹാർഡ് വർക്കിന് കിട്ടുന്ന ഒരു റിസൾട്ട് തന്നെയാണ് ആയിരിക്കും. ഫ്യൂച്ചറിലും മാം ഇതുപോലെ ഒരുപാട് പ്രോജക്ട്സിന് അംഗമാകട്ടെ.
നെക്സ്റ്റ് നമുക്കൊരു റാപ്പിഡ് ഫയർ റൗണ്ടാണ്, പേടിക്കൊന്നും വേണ്ട. ഈ മോഹിനിയാട്ടക്കാർക്ക് റാപ്പിഡ് ഫയർ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കാരണം നമുക്കൊക്കെ വിളംബത്തിലാണ് ശീലം. സമയമെടുത്ത് പറയുന്ന റാപ്പിഡ് ഫയർ ആക്കാം നമുക്ക്, മാമിന് വേണ്ടി സ്പെഷ്യലായിട്ട്. ഒരു മൂവിയില് ആരുടെയെങ്കിലും കൂടെ ഒരു നൃത്തം അഭ്യസിച്ചു കൊണ്ടുള്ള ഒരു സീൻ അഭിനയിക്കണം. മാമിന് ഏത് ആക്ടറിന്റെ കൂടെ അഭിനയിക്കണം എന്നായിരിക്കും ആഗ്രഹം? വിനീത്. ഓക്കെ. നാഗവല്ലി ക്യാരക്ടർ ശോഭന മാമിന് പകരം മാമിനെയാണ് വിളിച്ചിരുന്നെങ്കിൽ മാം അഭിനയിക്കുമായിരുന്നു? ആ പടം പൊട്ടിപ്പാളിച്ചുണ്ടോ? എന്നാലും അതിന്റെ നൃത്തരൂപം അതിന് ഫാസിനേറ്റഡ് ആയിട്ടുണ്ടോ മാം? ആ വിഷ്വലിൽ ഫാസിനേറ്റഡ് ആണ് തീർച്ചയായിട്ടും. ശോഭന ഗംഭീര ഡാൻസറുമാണ്, അതിന് സംശയമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് ആ പാട്ടിൻ്റെ ഏറ്റവും വലിയ ഭംഗി അവരാ രണ്ട് ഡ്യുവൽ ക്യാരക്ടേഴ്സ് അങ്ങനെയാണല്ലോ, ആ ഒരു മാറ്റാണ് അതിൻ്റെ ഭംഗി, ആ സീനിൻ്റെ ഭംഗി. മുടിയൊക്കെ അവരിങ്ങനെ ഇങ്ങനെ അതും പിന്നെ അതിസുന്ദരിയായിട്ടുള്ള നർത്തകി വരുന്നതും ആ രണ്ട് കോൺട്രാസ്റ്റാണ് അതിൻ്റെ ഭംഗി. പിന്നെ നമ്മളെ ടെൻഷൻ അടുപ്പിക്കുന്ന ഒരു പാട്ട് സീനാണ്. ബ്യൂട്ടിഫുൾ ട്രാൻസിഷൻ. മാമിന്റെ ഫസ്റ്റ് സ്റ്റേജ് പെർഫോമൻസ് ഓർമ്മയുണ്ടോ? എൻ്റെ ഫസ്റ്റ് സ്റ്റേജ് പെർഫോമൻസ് എനിക്ക് തോന്നുന്നത് ഞാൻ 4-4.5 വയസ്സ് നഴ്സറിയിൽ പഠിക്കുമ്പോഴാണ് തോന്നുന്നത്. അതെ അതെ, ജസ്റ്റ് കുട്ടികളുടെ ഉള്ളൊരു ഗ്രൂപ്പ് ഡാൻസ് ആണ് അങ്ങനെ എന്താണ്. അത് എൻ്റെ ഒരു ഓർമ്മയിലത് ദീപമേ ദിവ്യ ദീപമേ ഇങ്ങനെ വെൽക്കം സോങ് അല്ലേ, ഉടുപ്പൊക്കെ വെൽക്കം സോങ്. പണ്ട് അത് ഭയങ്കര ഒരു ഫാഷനായിരുന്നു. ഇപ്പോഴത്തെ സ്കൂളിലല്ല അതിൽ കാണാറില്ല അല്ലേ വെൽക്കം സോങ്സ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോഴും ഉണ്ട്. ചെറിയ കുട്ടികളെ ഞാൻ കുറച്ചാൽ സ്കൂളിൽ വർക്ക് ചെയ്തതുകൊണ്ട് ചെറിയ കുട്ടികളെ ചോട്ടകളെയൊക്കെ നമ്മളെപ്പോഴും സ്റ്റേജ് കയറ്റുമ്പോൾ ഒരു വെൽക്കം ഡാൻസ് ആണ്, W എന്നൊക്കെ പിടിച്ചിട്ട്. ഓക്കെ ഓക്കെ. കണ്ടിന്യൂസ് പെർഫോമൻസ് ഹൗ മെനി അവേഴ്സ് ചെയ്തിട്ടുണ്ടാവും കണ്ടിന്യൂസ് ആയിട്ട്? 2 hours ഒക്കെ ചെയ്തിട്ടുണ്ട്. ഉണ്ട്. എവിടെയാണെന്ന് വല്ല ഓർമ്മയുണ്ടോ? അല്ല, അത് ഒന്നിച്ചുള്ള പെർഫോമൻസുകൾ വരുമ്പോഴത്തേക്കും ചെയ്തു പോകുന്നതാണ്. സ്റ്റേജിൽ മാം ഡാൻസ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അന്നേരം പെട്ടെന്ന് ഒരു സ്റ്റെപ്പ് മറന്നുപോയി, എന്ത് ചെയ്യും? അത് ദൈവം സഹായിച്ചൊരു താളബോധം ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ 4 കാലിൽ വീഴും, കോപ്പപ്പ് ചെയ്ത് പോവും, സ്റ്റക്കാവില്ല. മാമിൻ്റെ മനസ്സിൽ ഇനി ഒരു ഫേവറേറ്റ് സോങ് ഉണ്ടോ ഡാൻസ് ചെയ്യണമെന്ന്? ഫിലിം സോങ്ങിൽ ഏതെങ്കിലും മാമിനെങ്ങനെ എനിക്ക് തന്നെ ഒന്ന് ഡാൻസ് ചെയ്യണമെന്ന് തോന്നിയ ഏതെങ്കിലും ഫിലിം സോങ്സ്? അങ്ങനെയല്ല, നമ്മൾ പാട്ട് കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ ചെയ്യാൻ തോന്നും, അങ്ങനെയാണ്. അതെനിക്ക് തോന്നുന്നു ഞാനിതുവരെ ചെയ്തിട്ടുള്ളതിലുമൊക്കെ അത് വളരെ ഒരു ഫോർമൽ ഒരു പെർഫോമൻസ് ആയിട്ടൊന്നുമല്ല. ഞാൻ കുറച്ച് മുൻപേ ചെയ്തൊരു അത് ഒരു റീലായിട്ട് വരികയും ചെയ്തിരുന്നു, ഒരു കല്യാണി കളവാണി, ലളിത KPSC ലളിത, അവരാണത് അഭിനയിച്ചത്. അവർ ഗംഭീരമായിട്ട് ചെയ്തൊരു പാട്ടാണ്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ മിരാരി ടോക്ക് ഷോയിൽ മാമിനെ പരിചയപ്പെടാനും കുറച്ച് സമയം പങ്കിടാനും ഒക്കെ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. ഫ്യൂച്ചറിലും മാം ഇതുപോലെ ഒരുപാട് പ്രോജക്ട്സിന് അംഗമാകട്ടെ, ഒരുപാട് ഇതുപോലെയുള്ള സ്പാർക്കുകൾ മാമിന് ഇനിയും ഉണ്ടാകട്ടെ. നമ്മൾ കലാപ്രേമികൾക്ക് ഇനിയും മാമിൻ്റെ മോഹിനിയാട്ടം ആസ്വദിക്കാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടാകട്ടെ എന്നെല്ലാം ആശ്വസിച്ചുകൊണ്ട് മിരാരി ടോക്ക് ഷോയെ കുറിച്ചിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ മാമിന്? ഈ ഇൻ്റർവ്യൂസിന് മാത്രമായിട്ട് ആണ് തോന്നുന്നു ചെയ്യുന്നത് അല്ലേ? നല്ലൊരു അറ്റംപ്റ്റാണ് അത്. അത് മാത്രമല്ല പലർക്കും അവരവരുടെ കാഴ്ചപ്പാടുകളെ കുറിച്ച് പറയാനുള്ള ഒരു അവസരം കൂടിയാണ്. അത് സുഗമമായിട്ട് മുന്നോട്ട് പോട്ടെ. പിന്നെ ഈ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ വളരെ പ്ലസൻ്റായി. I'm happy about it. Thank you, man. Thank you so much.